നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ആഹാ, ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചിക്കോ. ഏട്ടത്തിയമ്മയുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. ഓഹോ, എന്റെ കയ്യിൽ ഒരു സാധനം കൂടെ ഉണ്ട്. വേണ്ട, സാരി നീ നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് നേരിട്ട് കൊടുത്താൽ മതി. അതുമാത്രമല്ല, ചെറിയൊരു ഐഫോൺ. എന്റെ വക ആനന്ദേട്ടനൊരു ഗിഫ്റ്റ്. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു. ആദ്യത്തെ ഏതായിരുന്നു? നീ നമുക്കിനി വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. അല്ല ഏട്ടത്തിമ്മയുടെ നീ കണ്ടില്ലേ തറവാട്ടിലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല. രമണിക്ക് എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. എടാ ഞാൻ സ്മൈൽ. അളയാ, ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. പ്രേമം. അതൊരു സിനിമ പേരല്ലേ? ഇപ്പോഴാടാ നീ പഴയതൊക്കെ മറന്നൊരു മിടുക്കനായത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായൊരു ജീവിതമായിരിക്കും. പക്ഷെ അവളുണ്ടല്ലോ, നിന്നെ തേച്ചിട്ട് പോയ മറ്റവള്, എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടിയത് ഏതെങ്കിലും മണമുളാഞ്ചനായിരിക്കും. എന്നിട്ട് അവളിപ്പോ അവനെയും കെട്ടി വേറെ 3-4 കാമുകന്മാരുമായിട്ട് ഒരലന്ന ജീവിതമായിരിക്കും ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടൊട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അവൾ അടിച്ചെടുത്തോണ്ട് അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടും. അത്രയ്ക്കൊക്കെ വേണം. വേണം. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. എന്നിട്ട് അവളെ കെട്ടിയ മണ്ടൻ ഭാര്യ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ മുഴുഭ്രാന്തനായി ഉടുതുണിയില്ലാതെ നിന്റെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുമടാ. വന്നല്ലോ. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ പാർവതി.